ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നമ്മുടെ കൂട്ടുകാരനായിട്ടൊന്ന് മാച്ച് വെക്കാൻ പോണെയാണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ നമ്മൾ ഇറക്കും. അപ്പോൾ അത് വേണമെന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഫ്രീ ഫയർ കളിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും എൻ്റെ 2 കൂട്ടുകാരന്മാരും കൂടി കളിക്കണ ഒരു വീഡിയോ ഇടാൻ പോണെയാണ്. ചിലപ്പോൾ കുറച്ച് ദിവസം എടുക്കും, എന്നാലും നിങ്ങൾക്ക് അതും വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഞാൻ നിങ്ങളുടെ ഫെർണാണ്ടോ. ഈ ചാനലിൻ്റെ പേര് ഫെർണോ ആൻഡ് ബഡീസ് ഗെയിമിംഗ് സ്ക്വാഡ്. അവൻ്റെ ടീമും കണ്ട അവൻ ഉടുക്കത്ത ഭാഗ്യമുള്ള ഒരുത്തനാണ്. ഭയങ്കര പാടാണ് അവനെ പൊട്ടിക്കാൻ. ചിലപ്പോൾ പറ്റത്തുള്ളൂ. അവൻ്റെ പേര് റോഷൻ എന്നാണ്. പിന്നെ ഇവൻ്റെ അക്കൗണ്ടിൻ്റെ പേര് റോട്ടപ്പ് ഇട്ടേക്കണോണ്ട് ഞങ്ങൾ ഇവനെ റൊട്ടി എന്ന് വിളിക്കും. നല്ല അറ്റാക്കി കണ്ടില്ലേ, പിടിക്കണം കുറച്ച് പാടാണ്. എങ്ങനെയോ പിടിച്ചെത്തി പോയി ടാക്കിൾ ചെയ്തിട്ടേക്കുന്നു. ഇവൻ്റെ എംബാപ്പയാണ് എനിക്ക് ഡേഞ്ചറായിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഗോളടിക്കും. ജസ്റ്റ് മിസ്. ഇപ്പോൾ റൈക്കാർഡ് ഒന്നില്ലായിരുന്നെങ്കിൽ എല്ലാം പോയാൻ. എനിക്ക് ഇവനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പുതിയ സ്ട്രൈക്കറിനെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ഗൈസ്, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. പ്ലേയേഴ്സിൻ്റെ കളി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെഡ് ടു ഹെഡ് കളിച്ച് നോക്കുമ്പോൾ നമ്മുടെ കളിയാണ് അതിനകത്ത് കാണുന്നത്. അത് ഏത് പൊട്ടന്മാർ വെച്ച് നോക്കിക്കഴിഞ്ഞാലും നല്ല കളിയാണെന്നേ പറയത്തുള്ളൂ. യഥാർത്ഥത്തിലുള്ള നല്ല കളി അറിയണമെങ്കിൽ മാനേജർ മൂടാണ് കളിക്കേണ്ടത്. അതിനകത്ത് സൂപ്പറായിട്ട് കളിക്കണ്ടാവും നോക്കുക. ഞാൻ അങ്ങനെയാണ് നോക്കാറുള്ളത്. അപ്പോൾ മാനേജർ മോഡിൽ ഹെഡ് ടു ഹെഡിലും എൻ്റെ പുതിയ സ്ട്രൈക്കറുള്ളൂ. എൻ്റെ ദൈവമേ, പറഞ്ഞ പോലെ അടുത്ത കൗണ്ടർ ഗോളടിക്കും. ജസ്റ്റ് മിസ്. ഗോള് രക്ഷപ്പെടുത്തി. എൻ്റെ ഗോളി അല്പം അലമ്പാണ്. പുതിയൊരു ഗോളിനെ സജസ്റ്റ് ചെയ്യൂ. ഫ്രീ കിക്ക് സേവും ചെയ്ത്. അവൻ്റെ ഫ്രീ കിക്കിന് പുതിയ ടാറ്റിക്സ് ഇറക്കിയിട്ടുണ്ട് അവൻ. അതെന്താന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഗോളടിക്കും. ഇവൻ്റെ റൊണാൾഡോ നസാരോ അതിനേക്കാളും ഡേഞ്ചറാണ്. ഇവനെന്താണ് ചെയ്യാൻ പറ്റുന്നത്? എല്ലാ ഗെയിമിലും എന്നെ ഇവനല്ലാണ്ട് തന്നെ വേറെയും കുറേമാരുണ്ട് ഹെഡ് ടു ഹെഡ് അങ്ങനെയൊക്കെ കളിക്കുമ്പോൾ. ഈ റൊണാൾഡോ നസാരിയാണ് എന്നെ എപ്പോഴും തോൽപ്പിക്കാറുള്ളത്. എങ്ങനെയാണെന്നറിയത്തില്ല, എങ്ങനെയെങ്കിലും തോൽപ്പിക്കും. ഏറ്റവും അവസാനം കയറി വരെ ഗോളടിക്കും. ഞാൻ റൈക്കാർഡിനെ കൊണ്ട് മറ്റേ പുതിയ സ്ട്രൈക്കറിന് പാസ് കൊടുക്കും. നമ്മൾ ഗോളടിച്ചിരിക്കുന്നു ഗൈസ്. അൽ ഹിലാലിൻ്റെ സെൻട്രൽ മിഡ്ഫീൽഡർ നിക്രോ സാൻവോയിച്ച്. അവൻ്റെ പേര് എനിക്ക് നാക്കി തിരിയത്തില്ല, അതുകൊണ്ട് പറയുമ്പോൾ ചെറുതായിട്ട് പ്രൊനൗൺസിയേഷൻ തെറ്റിപ്പോവും. ക്ഷമിക്കണം ഗൈസ്. നല്ല ഗോളാണ് എന്തായാലും അടിച്ചേക്കണവൻ. പൊളിയാണ്. കുറേ ഗോൾ അടിച്ചിട്ടുണ്ടവൻ കഴിഞ്ഞ ഹെഡ് ടു ഹെഡ് സീസണിൽ തന്നെ മാനേജർ മോഡിലും. ഇനി അവൻ ചത്തുകുത്തിയിട്ടായത് നോക്കും. അവനെ തോറ്റി വരത്തില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ തൽക്കാലം നമ്മൾ ക്ലിയർ ചെയ്ത് കളിക്കണേന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഈ സമയത്തെങ്കിലും നമ്മൾ അവനെ ഒതുക്കണം. അവൻ്റെ ചൂടൊന്ന് മാറും. ഹാഫ് ടൈമായി. അങ്ങനെ ഹാഫ് ടൈം നമ്മൾ പിടിച്ചിരിക്കണേണ് ഗൈസ്. സെക്കൻഡ് ഹാഫ് തുടങ്ങി. അവൻ്റെ ആൾക്കാരൊക്കെ വന്നാണ്ട നല്ല ആൾക്കാരാണ്. എല്ലാം ഫുൾ റാങ്കഡ് വെച്ചേക്കണേ. അവൻ്റെ അറ്റാക്കർ ആദ്യം മുക്കാലും ഫുൾ റാങ്കറാണ്. മറ്റേ റൊണാൾഡോ നസാരി മാത്രം ഫുൾ റാങ്കറല്ല. പക്ഷെ ഫുൾ റാങ്ക് ആണെങ്കിലും റെഡ് ആട്ടാ. നല്ലൊരു അവസരം അവൻ്റെ സെൻട്രൽ മിഡ് നശിപ്പിച്ച്. ഞാൻ വിചാരിച്ചു റൊണാൾഡോ നസാരിക്ക് പാസ് ഇട്ട് കൊടുക്കുന്നു. മണ്ടനെ അവനെ ഒരു സ്കില്ലിടാൻ നോക്കി. ഞാൻ പുതിയ കുറേ പേരെ മേടിച്ചിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ കളിക്കും. അവരുടെ അടുത്ത് ഇവൻ്റെ ഈ സ്കില്ലിടൊന്നും അധികം വില പോകത്തില്ല. ആ മോശം സ്കില്ലിട്ട് എന്നെ ഒരുമാതിരി കൊച്ചാക്കണ രീതിയിലാണ് ഇപ്പം കളിക്കുന്നത്. എംബാപ്പെ പിന്നെയും വന്നു ഈ പ്രാവശ്യം നമ്മൾ അടിച്ചോട്ട്. എനിക്ക് എൻ്റെ എംബാപ്പെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്നെങ്കിൽ ക്ലിയർ ചെയ്യും. അത്രയ്ക്ക് ഡേഞ്ചറാണ് അവൻ. റൈക്കാർഡിന് പാസ് എടുത്ത് നല്ലൊരു ഗോളിനുള്ള ചാൻസ് മിസ്സായിപ്പോയി. എന്തൊരു കഷ്ടമല്ലേ. റൊണാൾഡോ നസാരി പിന്നെയും മഞ്ഞ്. ഇങ്ങനെ എന്നെ ഈ കളിയിൽ തോൽപ്പിക്കും അങ്ങനെയെങ്കിൽ. റൂബൻ ഡിയാസ് എങ്ങനെയോ രക്ഷപ്പെടുത്തി. അയ്യോ,
എന്ത് പെനാൽറ്റി? ഒന്ന് ജസ്റ്റ് തള്ളിയതിന് പെനാൽറ്റി പറഞ്ഞേക്കണേ. ഈ പൊട്ടൻ ചിലപ്പോൾ ഈ സൈഡിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ ഈ സൈഡിലേക്ക്, അതുകൊണ്ട് ഈ സൈഡിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ റൊണാൾഡോ നസാർ എപ്പോഴും എന്നെ നശിപ്പിക്കണേണ്, ഇഞ്ചിഞ്ചായിട്ട് തീർക്കണേണ്. എന്നിട്ട് ഇതേ കണ്ടില്ലേ ഈക്വലൈസർ കൊടുത്തേക്കുന്നു. ഇനി അവൻ ചിലപ്പോൾ ഒരു ഗോളും കൂടി അടിക്കും. എന്തായാലും ഈ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ഇതിൻ്റെ സ്കോർ ഓർത്ത് വെച്ചോ. ചിലപ്പോൾ 1-1 അല്ലെങ്കിൽ 2-1. എന്തായാലും ഞാൻ ഏകദേശം എനിക്കിനി ഒരു ഗോൾ അടിക്കാൻ പറ്റും. അവൻ്റെ ഡിഫൻസ് ഇനി കട്ട സ്ട്രോങ് ആയിരിക്കും. അവൻ തണ്ടാവുക എംബാപ്പെ ഓടിച്ചാടി വന്നിട്ട് അടുത്ത് ഇനി തൽക്കാലം എങ്ങനെയെങ്കിലും ടൈം വേസ്റ്റ് ചെയ്യാൻ ഞാൻ നോക്കുന്നുണ്ട്. ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കാം, ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടാൻ ചാൻസ്. അവൻ്റെ പ്ലെയറിലേക്ക് കിട്ടി. ഗോളടിക്കും അവനടിക്കും, എങ്ങനെയെങ്കിലും അടിക്കും. അയ്യോ, എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് മിസ്. ഇപ്പോൾ പണി പാളിയാൻ. അങ്ങനെ കളി നിർത്തണയാണ്. കളി നിന്ന് ഇനി സെക്കൻഡ് പാർട്ട് കാണാം ഗൈസ്.